ഉജ്ജയിനിയിലെ രാജാവായിരുന്ന വിക്രമാദിത്യന്റെ സദസ്സിലെ പണ്ഡിതശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനായിരുന്നു വരരുചി. വിക്രമാദിത്യന്റെ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളും ആയിരുന്നു അദ്ദേഹം. AD 3-ാം നൂറ്റാണ്ടിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം എന്നാണ് ഐതിഹ്യം. വരരുചിക്ക് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യയിലുണ്ടായ 12 മക്കളാണ് പറയിപ്പറ്റ പന്തരികുലം എന്നറിയപ്പെടുന്നത്. നിളയുടെ കൈവഴിയായ തൂതപ്പുഴയുടെ തീരത്തെ ചെത്തല്ലൂരുള്ള നാരായണമംഗലത്ത് മനയിലാണ് നാരായണത്തു ഭ്രാന്തൻ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഭ്രാന്തനെപ്പറ്റിയുള്ള കഥകൾ അനേകമുണ്ട്. അതിൽ പ്രസിദ്ധമായത് മലമുകളിലേക്ക് വലിയ കല്ലുരുട്ടി കയറ്റുകയും ഒടുവിൽ ആ കല്ല് മലയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന കഥയാണ്. ഇതിനെക്കുറിച്ച് പലരും പലതരത്തിൽ നിർവചിക്കുന്നുണ്ട്. അതിലൊന്ന്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ വ്യക്തിയും ഉയർച്ചയിലേക്ക് വരുന്നത് ഭ്രാന്തൻ മുകളിലേക്ക് കല്ലുരുട്ടുന്നത് പോലെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ്. എന്നാൽ അത്തരം വ്യക്തികളുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വളരെ ശ്രേഷ്ഠമായ പദവികൾ അലങ്കരിക്കുമ്പോഴും ആ വ്യക്തി ചെയ്യുന്ന ഒരു ചെറിയ തെറ്റുമതി അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കും സൽപ്പേരുമെല്ലാം കളങ്കപ്പെടാൻ. ഭ്രാന്തന്റെ കല്ലുരുട്ടൽ കൊണ്ട് സൂചിപ്പിക്കുന്നത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ നേടിയെടുത്തതെല്ലാം ഒരൊറ്റ നിമിഷം മതി, അല്ലെങ്കിൽ ആ കല്ല് താഴേക്ക് പതിക്കുന്ന സമയം വളരെ ചെറുതാണല്ലോ, അത്രയേ വേണ്ടൂ അതെല്ലാം നശിപ്പിക്കാൻ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ഞാൻ ചെറുപ്പത്തിൽ കേട്ട കഥകളാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ കഥകൾ കേൾക്കാൻ എനിക്കും ഇഷ്ടമായതുകൊണ്ടാണ് അത്തരം കഥകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്കാവുന്നതും. വള്ളുവനാട് എന്നും ഇതിഹാസങ്ങളുടെ വിളനിലമായിരുന്നു. സാമൂതിരിയും മാമാങ്കവും തുടങ്ങി കുഞ്ഞാലിമരക്കാരും തൃത്താല പെരുമയും വരെ അനേകമനേകം ചരിത്ര സംഭവങ്ങളുടെ വിളഭൂമി. കാലം മാറിയിട്ടും കഥകൾ മാറുന്നില്ല. പഴയ നായകന്മാരുടെ വീരചരിത്രങ്ങൾ പാടി നടന്നിരുന്ന പാണന്മാർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിഹാസങ്ങൾക്ക് മരണമില്ലല്ലോ. വള്ളുവനാട്ടുകാർ അങ്ങനെയാണ്. പഴയതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ അവർക്കാവില്ല. അത് ഒരു പ്രത്യേകതരം ജീനാണ്. പഴമയെയും ഇതിഹാസങ്ങളെയുമൊക്കെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നവരുടെ നാട്. ഞങ്ങൾ വള്ളുവനാട്ടുകാർ ഇങ്ങനെയാണ് ബായ്. നാരായണത്തു ഭ്രാന്തനെക്കുറിച്ച് നമ്മൾ അറിയാത്ത അനേകം കഥകൾ ഇനിയുമുണ്ട്. വള്ളുവനാട്ടിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഞാൻ ഈ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനാണ്. ഇവിടുത്തെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് നാരായണത്തു ഭ്രാന്തനാണെന്ന് കരുതപ്പെടുന്നു. ഇതുപോലെ അനേകം ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടത്രേ. മഹാനായ ഒരു ജ്യോതിഷ പണ്ഡിതൻ കൂടിയായിരുന്നു നാരായണത്തു ഭ്രാന്തൻ. ജ്ഞാനത്തിൻ്റെ ഗുരുവായി അജ്ഞാനികൾക്കെന്നും ഒരു ഭ്രാന്തൻ മാത്രമായി
നാറാണത്ത് ഭ്രാന്തൻ ഇന്നും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ജീവിക്കുന്നു. കഥകൾക്കൊപ്പം അല്പം കാര്യം കൂടി പറയട്ടെ. ഞാനെൻ്റെ ചെറുപ്പകാലം തൊട്ട് വരാൻ തുടങ്ങിയതാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ ഈ കുന്നിൻ മുകളിലേക്ക്. അന്നും ഇന്നും ഇവിടെ ഒരു മാറ്റവും എനിക്ക് കാണാൻ കഴിയുന്നില്ല. നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു സ്റ്റാച്യു പുതിയതായി വന്നു എന്നതല്ലാതെ. വിദേശത്ത് ഞാൻ ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും അവിടുത്തെ സംസ്കാരത്തെയും ഇതിഹാസങ്ങളെയും ഒക്കെ അവർ സംരക്ഷിക്കുന്നതും അതിനെ വിദേശികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും എല്ലാം വളരെ പ്രാധാന്യത്തോടും തന്മയത്വത്തോടും കൂടിയാണ്. നമ്മുടെ സംസ്കാരത്തെയും ഇതുപോലുള്ള ഇതിഹാസ ചരിത്രങ്ങളെയുമൊക്കെ എന്തുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല? തന്മയത്വത്തോടെയുള്ള ടൂറിസം വികസനം ഒരു നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിക്കും. നാട്ടിലെ അനേകം പേർക്ക് തൊഴിൽ ലഭിക്കും. തിരിച്ചറിവാണ് ഏറ്റവും വലിയ സത്യം. കേരള സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്ന നിളയെന്ന ഭാരതപ്പുഴ. നിളയുടെ കരയിൽ ചരിത്രമുറങ്ങുന്ന അനേകം സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റിയ അനേകം ഇടങ്ങളുണ്ട്. സംസ്കാരങ്ങളെ തൊട്ടറിയാനുള്ള ഒരുപാട് ഇടങ്ങൾ. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ് രായനെല്ലൂർ മലയിലേക്ക് വരാനുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അനുസൃതമായി പൊട്ടിച്ചിരിക്കുന്ന ചങ്ങലയുടെ കിലുക്കം, ചുടലപ്പറമ്പിലെ തീയേറ്റ് ഭക്ഷണം പാകം ചെയ്യുന്നവന്റെ സാമീപ്യം, കാലുകളിലെ മന്ത് പരസ്പരം മാറ്റി പൊട്ടിച്ചിരിക്കുന്നവന്റെ അട്ടഹാസം. ചെവിയോർത്താൽ നിങ്ങൾക്കിതെല്ലാം കേൾക്കാം ഇവിടെ. അന്ധതയുടെ അകക്കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് കയറി വരാം. ഭ്രാന്തനെ കാണാം. മനസ്സിലെ ജ്ഞാനത്തിന്റെ വാതിലുകൾ സ്വയം തുറക്കുന്നതായി നിങ്ങൾക്ക് തിരിച്ചറിയാം. അതെ, അതുതന്നെയാണ് എനിക്കും അനുഭവപ്പെടുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ പിരിയുകയാണ്. പിരിയുമ്പോൾ നമുക്ക് ആ കവിത ഒരിക്കൽ കൂടി കേൾക്കാം, നമ്മുടെ ഭ്രാന്തന് വേണ്ടി. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിലഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾക്കിത പാറ്റിയുറയുന്ന ചിതകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ.